ഈ ഒരു രീതിയിൽ ചിക്കൻ പാർട്സ് ഉണ്ടാക്കിയാലില്ലേ, ചിക്കൻ പാർട്സ് കഴിക്കാത്തവരും എന്തായാലും ഒന്ന് കഴിക്കും കേട്ടോ. അപ്പോൾ കുരുമുളക് ഇട്ട് വരട്ടിയ ചിക്കൻ പാർട്സിൻ്റെ റെസിപ്പി കണ്ടു നോക്കാം. ഞാനിപ്പോൾ ഇവിടെ 1.5 കിലോനോളം ചിക്കൻ പാർട്സ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിനെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്താൽ മതി കേട്ടോ. പിന്നെ 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ഒരു 4 വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ മസാല തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു 4 മീഡിയം സൈസ് സവാള എടുത്തിട്ട് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 തക്കാളി എടുത്തിട്ട് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ പാർട്സ് ഇവിടെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിന് മസാല തയ്യാറാക്കാനായിട്ട് ഇതുപോലെ ഒരു വലിയ പാത്രം വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വന്ന ശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു സമയത്ത് ഞാൻ 2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതാകുമ്പോൾ സവാളൊക്കെ പെട്ടെന്ന് വഴന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ സവാളൊക്കെ നന്നായിട്ട് തന്നെ കളറൊക്കെ ഒന്ന് മാറി വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം പോകുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഈ സമയത്ത് തന്നെ ഒരു പിടിയോളം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നേരത്തെ കട്ട് ചെയ്ത് വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. തക്കാളി ഒന്ന് നന്നായിട്ട് തന്നെ വെന്തുടഞ്ഞ് വരണം. അതിനായിട്ട് നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതവിടെ തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ പാർട്സ് അതിലുള്ള വെള്ളത്തോട് കൂടിയിട്ട് തന്നെ നമ്മൾ ഈ ഒരു മസാലയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ വെള്ളം ഒരിക്കലും കളയരുത് കേട്ടോ. നമ്മളിതിങ്ങനെ വറ്റിച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ നിറയെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1 ടീസ്പൂണോളം നോർമൽ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ്. നമ്മൾ ക്യുമിൻ സീഡിൻ്റെ പൊടിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അത് 2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് തുറന്ന് വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. ഇതിപ്പോൾ ഒന്ന് വെള്ളം വറ്റി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂണോളം തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് 1 ടീസ്പൂൺ നിറയെ കൂടെ നമ്മൾ ഗരം മസാല ഒന്നും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ ഇപ്പോൾ ഇതാ കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട്. ഇതിലെ വെള്ളം ഇങ്ങനെ വറ്റി വരുന്നതോറും നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ഇങ്ങനെ ചേർത്ത് കൊടുക്കണം. ഇനിയിപ്പോൾ അവസാനമായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂണിൻ്റെ പകുതിയോളം നമ്മൾ ഉലുവ പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ഇതുപോലെ മല്ലിച്ചപ്പ് കൂടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഒരു പിടി കറിവേപ്പിലയും ഇതുപോലെ ഒരു പച്ചമുളക് 4ആയിട്ട് കീറുകയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇപ്പോൾ തന്നെ ഇത് അത്യാവശ്യം നല്ല എരിവുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ പാർട്സ് ഇഷ്ടമല്ലാന്നും പറഞ്ഞ് മാറ്റി വെച്ചവർ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ എന്തായാലും കഴിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ കുരുമുളക് ഇട്ട് വരട്ടിയെടുത്തിട്ടുള്ള ചിക്കൻ പാർട്സ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു അഗൈൻ ഇൻ അനദർ വീഡിയോ. ബൈ.